ഡൽഹി ചർച്ചയിൽ ഇതുവരെ ക്രിയാത്മകമായ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയാം. നേതാക്കളെ എപ്പോഴാണ് കാണുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കായിരുന്നു ഒരു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറാവുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം അറിയിക്കാം എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ടൈം എപ്പോഴാണെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ടൈം ഇപ്പോഴെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കേരള ഹൗസിൽ തന്നെയുണ്ട്. സണ്ണി ജോസഫ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി പോയതല്ല, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാണ്. എന്തായാലും ഹൈക്കമാൻഡ് ആദ്യം ഈ മൂന്ന് പേരെയും ഒറ്റയ്ക്ക് കേൾക്കും, എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് പ്രധാനമായും കേൾക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഇവരുടെ തിരിച്ച് ഒരു നിർദ്ദേശം ഇവരിലേക്ക് വെക്കും. അത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നനുസരിച്ച് വീണ്ടും ചിലപ്പോൾ ഒരുമിച്ചോ അല്ലെങ്കിൽ പ്രത്യേകമായോ ചർച്ച നടത്തും. അത് ചിലപ്പോൾ 1-2 റൗണ്ട് ചർച്ചകളിലേക്കൊക്കെ പോകും. ആ ഖർഗെ ചർച്ച നടത്തിയ ശേഷം ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പക്കലേക്ക് പോകും. രാഹുൽ ഗാന്ധി ചിലപ്പോൾ ഒറ്റയ്ക്ക് ചർച്ച നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും ചിലപ്പോൾ തീരുമാനമായില്ലെങ്കിൽ സോണിയാഗാന്ധി അടക്കം നേരിട്ട് വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ എങ്ങനെ വേണം ഇത് പരിഹരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചേരെ. അങ്ങനെ സമയം അനുവദിക്കാത്തതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധിയായി നിന്ന് ഇത്തരം ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാലാണ്. പക്ഷേ കെ സി വേണുഗോപാൽ ഇവിടെ ഒരു മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം കൂടി ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും കെ സി വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ച നടത്തേണ്ടി വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചർച്ച നടത്തേണ്ടത്? അത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോഴും ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും 3 പേരും അതിശക്തമായ വാദങ്ങളുമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. അതെല്ലാം അവർ പല വഴിക്കൂടി ഇവർ നേരിട്ട് ഇനി ഹൈക്കമാൻഡ് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പല വഴിക്കൂടി അറിയിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോഴാണ് തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത്. അവിടെ നിന്ന് പല തട്ടായി കിടന്ന കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒരു ടീം യു ഡി എഫ് എന്ന നിലയിലേക്ക് ആ യു ഡി എഫിനെ കെട്ടുറപ്പിലേക്ക് കൊണ്ടുവന്ന് എവിടെയും ഒരു അലോസരമില്ലാതെ, നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു അലോസരമില്ലാതെ യു ഡി എഫ് എന്ന സംവിധാനത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ വിജയത്തിന് ഈ 102 സീറ്റ് വാങ്ങിയുള്ള വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ടീം യു ഡി എഫ് ആണ്. ആ ടീം യു ഡി എഫിൻ്റെ വിജയമാണ്. അതുകൊണ്ട് അതിനെ അംഗീകരിക്കണം, ടീം യു ഡി എഫിൻ്റെ പൊതുവികാരത്തെ അംഗീകരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാദം. മറ്റ് രണ്ടുപേരും ഉന്നയിക്കുന്ന കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം കോൺഗ്രസ് തീരുമാനമെടുക്കുന്ന ഒരിക്കലും ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയിട്ടല്ല. ഈ തവണ ആദ്യമായിട്ടാണ് ഘടകകക്ഷികളുടെ ഇത്തരത്തിലൊരു അഭിപ്രായം തേടൽ തന്നെ ഉണ്ടായത്. അത് തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. കോൺഗ്രസ് എവിടെയെങ്കിലും ഘടകകക്ഷികളോട് ചോദിച്ചിട്ട് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയില്ല. ഈ ഘടകകക്ഷികളാരും അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ പറയുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം തേടിയിട്ടില്ല. അപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് അവർക്ക്. ഭൂരിപക്ഷം എം എൽ എമാർ ആരെ പിന്തുണയ്ക്കുന്നു അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം. രമേശ് ചെന്നിത്തലയുടെ പക്ഷവും അതുതന്നെയാണ്. രമേശ് ചെന്നിത്തലയും എം എൽ എമാരുടെ ഭൂരിപക്ഷവും ഒപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരിച്ച ഒരാളല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ സ്വാഭാവികമായും അത് വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിക്കും. അത് ഈ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ഗ്രേസിനെ അടക്കം ബാധിക്കുന്ന ഒന്നാണ്. അവിടെ എം എൽ എമാരിൽ നിന്ന് ഒരാൾ വരട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയും അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം മാറണം എന്ന് പറഞ്ഞപ്പോൾ അത് മാറി തന്നതാണ് എന്നുള്ളതും അദ്ദേഹം വാദമായി ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഈ 3 പേരിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരുന്ന അങ്ങനെ ചോദ്യം ഉദിക്കുന്നില്ല. മറ്റ് 2 പേരും ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു ഉറച്ച നിലപാട് മുഖ്യമന്ത്രി അല്ല എങ്കിൽ ഞങ്ങൾ ഈ മന്ത്രിസഭയിലേക്കില്ല, ഞങ്ങൾ സാധാരണ എം എൽ എമാരായി തുടരും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ സർക്കാരിന് റിബലായി അല്ലെങ്കിൽ വിമതരായി തുടരും എന്ന ഒരു ഭീഷണി കൂടിയാണ്. എന്തായാലും തുടക്കത്തിൽ 2 പേരും അതേ നിലപാട് തന്നെയാണ് ചിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ ഇവരുടെ ദൂതന്മാർ വഴി ഹൈക്കമാൻഡ് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി 2 പേരും നേരിട്ട് ഇന്ന് ഹൈക്കമാൻഡുമായിട്ട് എപ്പോഴാണ് യോഗം 2 പേരും നേരിട്ട് ഇത് തന്നെയായിരിക്കും അറിയിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇല്ല, ഈ മന്ത്രിസഭയിലേക്കില്ല, നിങ്ങൾ മന്ത്രിസഭ നടത്തിക്കോളൂ എന്നുള്ള നിലപാടായിരിക്കും അവർ ആദ്യം അറിയിക്കുന്നത്. അതിന് മാറ്റമുണ്ടാകുമോ എന്നുള്ളതൊക്കെ പിന്നീട് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും തുടക്കത്തിൽ സുഗമമായ രീതിയിലേക്ക് ചർച്ച പോകാനുള്ള യാതൊരു സാധ്യതയും ഈ നേതാക്കളുടെ ഒന്നും ഭാഗത്തു നിന്ന് ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. ഹൈക്കമാൻഡ് പ്രതിനിധികളാരും ഇതുവരെ ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു സമവായം രൂപപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. 3 പേരും അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനകത്ത് കെ സി വേണുഗോപാൽ മാത്രം നേരിട്ടായിരിക്കും വാദം അറിയിച്ചിട്ടുള്ള. മറ്റ് 2 പേരും എന്തായാലും ഇനി വരുന്ന യോഗത്തിലാവും നേരിട്ട് അവർ 2 പേരുടെയും വാദങ്ങൾ അവതരിപ്പിക്കുക. അതിനുശേഷം അതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഒരു സമവായ നീക്കം ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അത്തരം ഒരു സമവായ നീക്കത്തിന് അനുകൂലമാണ് എന്നൊരു സന്ദേശം ഈ 2 പേരും നൽകിയിട്ടില്ല. അതിന് അനുകൂലമല്ല എന്നുള്ള സന്ദേശം തന്നെയാണ് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും ഒരുപോലെ തന്നെ നിൽക്കുന്നത്. അത്തരമൊരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലവിൽ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. കിരൺ, ഒരു കാര്യം കൂടി, ഈ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഈ 3 പേരെ ഉപേക്ഷിക്കുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിച്ച ഒരു സ്റ്റേറ്റിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോവുക എന്ന വെല്ലുവിളി അവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരു തീരുമാനം എന്നത് പറഞ്ഞത് മറുപക്ഷത്തെ പിണക്കും, അത് സ്വാഭാവികമാണ്, അതുണ്ടാവും. 2 പക്ഷമല്ല, ഇത്തവണ 3 പേരുണ്ട് എന്നതുകൂടിയാണല്ലോ പ്രതിസന്ധിക്ക് കാരണം. ഒരു സാധ്യത പങ്കുവയ്ക്കട്ടെ, ഈ ഒരു ടേം വ്യവസ്ഥ രൂപപ്പെടുത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട് കോൺഗ്രസിൽ? അല്ലെങ്കിൽ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ
ഏതെങ്കിലും തരത്തിലുള്ള അത്തരമൊരു ഫോർമുല ഉണ്ടായാലേ പറ്റുള്ളൂ. സജിത്ത്, അങ്ങനെ ഒരു രീതി എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കർണാടകയിൽ പോലും അങ്ങനെ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അവകാശമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾ പരിഗണിക്കും എന്നതിനപ്പുറത്തേക്ക് 2 വർഷം കഴിഞ്ഞ് ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ഒരു വർഷം മുന്നണിയിലൊക്കെ പറയുന്നത് പോലെ പഞ്ചായത്ത് പ്രസിഡന്റായി 2 വർഷം CPM ഇരിക്കട്ടെ, അല്ലെങ്കിൽ CPI ഇരിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇരിക്കട്ടെ, ലീഗ് ഇരിക്കട്ടെ എന്ന് പറയുന്ന പോലെ 2 വർഷം ഒരാളിരിക്കട്ടെ, അതിനുശേഷം ഒരാളിരിക്കട്ടെ, അത്ര ഒരു നിലപാടിലേക്ക് എന്തായാലും പോകാൻ നിലവിൽ സാധ്യതയൊന്നും കാണുന്നില്ല. അത്ര ഒരു ചർച്ചയിലേക്കും ഇതുവരെ പോയിട്ടില്ല. ഞാനത് നേരത്തെ പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സമവായ നീക്കം, സാധാരണഗതിയിൽ ഇങ്ങനെയാണ്, ഇത്തരമൊക്കെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഹൈക്കമാൻഡ് മുന്നിലേക്ക് ചർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ പരോക്ഷമായി അവരുടെ പ്രതിനിധികളും ഒക്കെ ആയിട്ട് ചില സമവായ നീക്കങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ചർച്ചയിലേക്ക് പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു ധാരണയ്ക്ക് വേണ്ടി ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഈ പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അത്തരമൊരു നിർദ്ദേശത്തോട് ഇതുവരെ ആ നിർദ്ദേശം ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും നിലപാട് കൃത്യമായി അറിയിക്കാൻ നിൽക്കുകയാണ്. ഒറ്റ നിലപാടിൽ തന്നെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പറയാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്കായാലും VD സതീശനായാലും പറയാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. VD സതീശൻ പറയുന്നത് ടീം UDF കൊണ്ടുപോയി വിജയിപ്പിച്ചു, അത് ഐക്യത്തോടു കൂടി കൊണ്ട് നയിച്ചത് ഞാനാണ്, ടീം UDF മുഴുവൻ വികാരത്തെ നിങ്ങൾ മാനിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് കേരളത്തിന്റെ വികാരമായിട്ട് അദ്ദേഹം പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെയല്ല, MLA-മാരിൽ ഭൂരിപക്ഷം സതീശനേക്കാൾ കൂടുതൽ പേർ പിന്തുണച്ചത് തന്നെയാണ്. താൻ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഭാവിക്ക് വേണ്ടി UDF ഭാവിക്ക് വേണ്ടി മാറി നിന്നിട്ട് 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു വിമത സ്വരവും താൻ ഉയർത്തിയിട്ടില്ല. തൻ്റെ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ നേതാക്കളെക്കാളും സീനിയോറിറ്റിയുള്ള നേതാവ് താനാണ്. കഴിഞ്ഞ തവണയായിരുന്നു ഈ സർക്കാർ ഉണ്ടാകുന്നെങ്കിൽ സ്വാഭാവികമായും തൻ്റെ പേരല്ലാതെ മറ്റൊരു പേരും അവിടെ വരുമായിരുന്നില്ല. തൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല അന്ന് സർക്കാർ നഷ്ടപ്പെട്ടത്. അതിന് ആ സംവിധാനമാകെ കോൺഗ്രസ് പാർട്ടിയും ആ സംവിധാനമാകെ കുഴപ്പമുണ്ട്. അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളുമൊക്കെ അതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് പാർട്ടിയും അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വീഴ്ച കൊണ്ടാണ് ആ കഴിഞ്ഞ തവണ പരാജയമുണ്ടായതെന്ന്. ആ ഘട്ടത്തിൽ ഇപ്പോൾ അവസരം വന്നപ്പോൾ അത് ന്യായമായി ലഭിക്കേണ്ടത് തനിക്കാണ് എന്നുള്ള വാദം അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട്. KC വേണുഗോപാൽ എന്ത് വാദമാണ് ഉന്നയിച്ചത്? അദ്ദേഹം ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയിൽ ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെ ശൈലി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ ഇനി ഒരു കാര്യമുള്ളൂ, ഹൈക്കമാൻഡ് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ രാജസ്ഥാനിൽ തർക്കമുണ്ടായപ്പോഴായാലും, കർണാടകയിൽ ഉണ്ടായപ്പോഴാലും, മധ്യപ്രദേശിൽ തർക്കമുണ്ടായപ്പോഴായാലും, ഹിമാചലിൽ ഉണ്ടായപ്പോഴൊക്കെ എത്രയോ കാലത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആളുകൾ പ്രകടനം നടത്തിയതുകൊണ്ടോ ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തിയാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കുക എന്നൊരു പതിവ് ഹൈക്കമാൻഡിന് ഒരിക്കലുമില്ല. അവിടെ നഷ്ടമുണ്ടായി, അതിൻ്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് തിരുത്തുവാണോ അതോ മുൻ നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെ ഇനി നമുക്കറിയേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ ചരിത്രം വെച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ആന്ധ്രാപ്രദേശ് പോലൊരു സംസ്ഥാനം, അവിടെ ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിന്റെ അമ്മയും ഇവിടെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അടക്കം കാത്തിരുന്നാണ്. ആന്ധ്രാപ്രദേശിലാകെ വലിയ റാലികളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടി ഉയർത്തിയതാണ്. സമാന്തരമായ വലിയ ജനകീയ മൂവ്മെന്റ് തന്നെ ഉയർത്തിയത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒപ്പമായിരുന്നു ആന്ധ്രാപ്രദേശിലെ മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും. അതോടുകൂടി കോൺഗ്രസ് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തകർന്നു പോയെന്ന യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദപ്പെടുത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡ് ഇക്കാലമൊക്കെയും തുടർന്നു. അതിന്റെ പേരിൽ നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഹൈക്കമാൻഡിന്റെ പ്രതികളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ചോദിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ നാളെ DK ശിവകുമാർ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കർണാടകയിൽ എത്ര വലിയ റാലികൾ വേണമെങ്കിൽ നടത്താൻ കഴിയുന്ന നേതാവാണ്. നാളെ റാലി നടത്തിയാൽ സിദ്ധരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അവരുടെ പരിഗണനയിൽ വരുന്നില്ല. പക്ഷെ അവരുടെ പരിഗണനയിൽ വരുന്ന ഒന്നാമത്തെ വിഷയം MLA-മാരുടെ ഭൂരിപക്ഷമാണ്. രണ്ടാമത്തെ വിഷയം മുന്നണിയുടെ കെട്ടുറപ്പോടുകൂടി അവിടെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ഈ 2 വിഷയങ്ങൾ സ്വാഭാവികമായും അവർ പരിഗണിക്കും. കാരണം 10 വർഷത്തിന് ശേഷം കേരളത്തിൽ കിട്ടിയൊരു വലിയ വിജയമാണ്. ആ വിജയത്തിന്റെ ശോഭ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്ന് ഹൈക്കമാൻഡ് ശക്തമായി തന്നെ നിലപാടുണ്ട്. ആ നിലപാടിനെ പക്ഷേ അവർക്ക് പറയാൻ ഒരു ഫോർമുല ഇതുവരെയും ഈ നേതാക്കളുടെ മുന്നിൽ ഇതുവരെയും വെച്ചിട്ടില്ല. എന്തായാലും അത്ര ഒരു ഫോർമുല രൂപപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. രൂപപ്പെട്ടാൽ അത് താഴേക്ക് വെക്കുന്നതിന് അവർക്ക് വലിയ താമസമൊന്നുമില്ല. എത്രയും വേഗത്തിൽ വെച്ച് എത്രയും വേഗത്തിൽ പ്രശ്നം പരിഹരിച്ചാൽ അത് ഹൈക്കമാൻഡ് കൂടി നേട്ടമാണ്. പക്ഷേ കോൺഗ്രസിന്റെ പലപ്പോഴും രീതി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല, പ്രശ്നം പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ശൈലിയൊക്കെ കോൺഗ്രസ് പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഒരു പൊതു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന. അതിവിടെ ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക ഈ നേതാക്കൾക്കടക്കം പലർക്കുമുണ്ട്. കിരൺ, ഒരു കാര്യം കൂടി, ഈ ഇപ്പോൾ പരസ്യമായി പോരടിക്കുന്ന അണികൾ നേതാക്കളുടെ ഒരു പിന്തുണയും അവരുടെ ഒരു അറിവോടും കൂടിയല്ല ഈ പോരടിക്കുകയും ഫ്ലെക്സ് യുദ്ധവും ഒക്കെ ഉണ്ടാകുക എന്നൊരു ചോദ്യം ഒരു വശത്തുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് രമേശ് ചെന്നിത്തലയും അതിൽ VD സതീശനും, ഇവരൊരുമിച്ച് ഇന്നലെ ഫ്ലൈറ്റിലുണ്ടാവുന്ന യാത്ര, അതായത് ഡൽഹിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള ഈ യാത്രയിൽ കിരണും ഒപ്പം ഉണ്ടായിരുന്നതാണല്ലോ. യഥാർത്ഥത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ
ആ ഒരു സംഘർഷമൊന്നും ഇവരുടെ യാത്രയിലൊന്നും ഇടപെട്ടില്ല. പരസ്പരമുള്ള ആശയവിനിമയമൊക്കെ യാത്രയിൽ നടന്നിട്ടുണ്ടോ? കിരണും അവർക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഇവരുടെ ഒരു പൊതു മൂഡ്? സജിത്തെ, നമ്മൾ ആലോചിക്കണം, ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നതും വി ഡി സതീശൻ എന്ന് പറയുന്നതും ഒരു സാധാരണ നേതാവല്ല. അവർ രണ്ടുപേരും അസാധാരണമായ ശേഷിയുള്ള പരിചയമുള്ള ഒരുപാട് തിരിച്ചടികളെ മറികടന്ന് വന്നിട്ടുള്ള ഒരു നേതാവാണ്. രമേശ് ചെന്നിത്തലയൊക്കെ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായി ദീർഘകാലം, പിന്നീട് മന്ത്രിസ്ഥാനമൊന്നുമില്ല. പിന്നീട് 30 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് വീണ്ടും ആഭ്യന്തര മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനിടയിൽ മറ്റു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. വി ഡി സതീശനാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ പേര് അംഗീകരിച്ചു വന്നതാണ് സ്പീക്കർ സ്ഥാനത്തേക്ക്. അവിടെ വാശി പിടിച്ച് മന്ത്രിയാക്കിയില്ലെങ്കിൽ ആകില്ല എന്ന് പറഞ്ഞ് മാറുന്ന ആളാണ്. അപ്പോൾ തിരിച്ചടികളൊക്കെ ഇവർ നേരിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നൽകി അവർക്ക് ഒരു പരിപക്വതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ അവർ പരസ്പരം കാണുമ്പോൾ മിണ്ടാതിരിക്കുക, അങ്ങനെയില്ല. പക്ഷേ എങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഈ യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഞാൻ ഇവർക്കൊപ്പം തന്നെ യാത്ര ചെയ്ത ആളാണ്. അവരുടെ അടുത്ത സീറ്റുകൾ തന്നെയാണ് ഇന്ന് യാത്ര ചെയ്തത്. അപ്പോഴൊക്കെ ഇവർ രണ്ടുപേരും തമ്മിൽ ആകെ ഇതിൻ്റെ ഇടയിൽ 1-2 തവണ കണ്ടു, ചിരിച്ചു, അല്ലെങ്കിൽ ഹായ് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവർ യഥാർത്ഥത്തിൽ ഒന്ന് പരസ്പരം സംസാരിക്കുന്നത്. അല്ലാത്ത സമയത്തൊന്നും കണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് അത്തരം ഒരു ടോക്കിംഗ് ടേംസ് എന്നൊക്കെ പറയാവുന്ന പോലെ അത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു മാനസികമായൊരു അകൽച്ചയിൽ തന്നെ നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് പുറമേക്ക് കാണിക്കുന്നില്ലെങ്കിലും അത്തരം ഒരു അകൽച്ച ഈ നേതാക്കളൊക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിജയത്തിന് ശേഷവും ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരു പ്രധാനപ്പെട്ട തർക്കത്തിന്റെ കാരണമായി പറയുന്നത് തന്നെ കെ.സി. വേണുഗോപാലിനെ പോലെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട കോൺഗ്രസിന്റെ രീതിയിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. തിരിച്ച് അദ്ദേഹത്തിന്റെ പക്ഷം വയ്ക്കുന്നത് കേരളത്തിൽ ഇത്തരം ഒരു ജയം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കേണ്ടതല്ലേ എന്നുള്ളത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണി. അങ്ങനെയൊക്കെയുള്ള ചില 3 പേര് മുഖ്യമന്ത്രി സ്ഥാനം ഒരേപോലെ ആഗ്രഹിക്കുന്നു. 3 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ, ഒരിക്കലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമോ? ഇപ്പോൾ ഒരാൾ മുഖ്യമന്ത്രി ആകുകയും അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്താൽ കോൺഗ്രസിൽ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി അടുത്ത തവണത്തേക്കും അതൊക്കെ തുടരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഭരണം കിട്ടിയാൽ, അത് ഭരണം കിട്ടുമല്ലോ എന്നുള്ളത് അടുത്ത തവണത്തെ ചോദ്യം. പക്ഷേ അങ്ങനെ ഭരണം കിട്ടിയാലും അങ്ങനെ ഒരാളുടെ മികവിലാണ് അടുത്ത തുടർ ഭരണം കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും അയാൾ തന്നെ മുഖ്യമന്ത്രി. അപ്പോൾ വീണ്ടും അവസരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു അന്തിമ കളിയായി തന്നെയാണ് 3 പേരും കാണുന്നത്. 3 പേരെ സംബന്ധിച്ച് ഇനിയും ചിലപ്പോൾ പ്രായമൊക്കെ ഈ പ്രായത്തിൽ 63, 61, 63, 67 ഒക്കെ വയസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് 77-ലും 76-ലും ഒക്കെ ആ സമയമൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ അവർ 3 പേരും കാണുന്നത് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഒരു കളിയായി കാണുന്നതാണ്. അതിൻ്റെ സംഘർഷങ്ങൾ സ്വാഭാവികമായും ഈ 3 പേർക്കും ശക്തമായി തന്നെ ഉണ്ട്. അവരുടെ സംഭാഷണങ്ങളടക്കം അത്തരം സംഘർഷങ്ങളൊക്കെ വ്യക്തമാണ്. താനും ഇപ്പോൾ കിട്ടുന്ന ഒരു അവസരം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഉണ്ട്. പിന്നെ സൈത്ത ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഇവിടെ നാട്ടിൽ നടക്കുന്ന ഈ ഫ്ലെക്സ് വെക്കുന്നതായാലും പ്രകടനം നടത്താൻ ഇതൊന്നും ഈ നേതാക്കൾ അറിഞ്ഞിട്ടല്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവർ നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ അത് പൂർണ്ണമായി അവർ നിഷേധിക്കും. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ തരത്തിലേക്ക് പ്രകടനമോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് യുദ്ധത്തിലൊന്നും കാര്യമായ രീതിയിൽ ഇടപെടാതിരുന്നത്. അദ്ദേഹം മറ്റൊരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്, ഞാൻ പാർട്ടിക്കൊപ്പമാണ്, ഞാൻ ഇത്തരം ഫ്ലെക്സ് യുദ്ധങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നു. വി ഡി സതീശൻ അങ്ങനെയല്ല, കുറേ കൂടി വിസിബിളായി അദ്ദേഹത്തിന് വേണ്ടി പ്രകടനങ്ങൾ നയിക്കുന്നു, ഫ്ലെക്സ് വരുന്നു. അത് ചിലപ്പോൾ അതിന് ഗ്രൂപ്പുകാരൊക്കെ ഇപ്പോൾ വി ഡി സതീശൻ്റെ പേരല്ല എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർദ്ദേശിച്ചെന്ന് വ്യക്തമാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറുമ്പോൾ അത് തന്നെ ഒരു ആയുധമാക്കി അവർ വി ഡി സതീശനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ കെ മുരളീധരൻ്റെ പ്രതികരണം, ഇന്നത്തെ പ്രതികരണത്തിൽ ഇതുവരെ കെ മുരളീധരൻ ആർക്കൊപ്പമാണെന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പ്രതികരണത്തിൽ അദ്ദേഹം വി ഡി സതീശന് ഒപ്പമാണ് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വ്യക്തമായി വരികയാണ് ആളുകൾ, ഓരോ ഗ്രൂപ്പും വ്യക്തികളും ഒക്കെ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, ആരുടെ നിലപാടിനൊപ്പമാണ് എന്നതൊക്കെ ഇവരുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ വ്യക്തമായി വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത് കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് തീരുമാനമെടുത്താൽ ചിലപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറേ കൂടി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് അങ്ങനെ പ്രശ്നമുണ്ടാവും, സമ്മർദ്ദമുണ്ടാവും എന്ന് കരുതി ഒന്നും വേഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു പതിവല്ല കോൺഗ്രസിന് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നു. യെസ്, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഡൽഹി ചർച്ചകളുടെ പുരോഗതി. ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡൽഹി ചർച്ചകളിലെ പുരോഗതിയും പുതിയ സൊല്യൂഷൻസും ഏറെ പ്രധാനമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.